ഓവേറിയൻ ഹോർമോൺസ്, അങ്ങനെ 3 സെക്ഷനാണ്. ഈ 3 കാരണം ഓവുലേഷനും കോർപ്പസ് ലൂട്ടിയവും ഓവേറിയൻ ഹോർമോൺസ് 3 ഷോർട്ട് നോട്ടോ അല്ലെങ്കിൽ ഡെഫിനിഷനോ ഒക്കെ ആയിട്ട് ചോദിക്കാനായിട്ട് സാധ്യതയുള്ളതാണ്. ഓവേറിയൻ ഹോർമോൺസും കോർപ്പസ് ലൂട്ടിയും ഒക്കെ ഓവുലേഷനും ഒക്കെ ഷോർട്ട് നോട്ട് ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പുള്ള എക്സാമിനേഷനിൽ. അപ്പോൾ അതിൽ ഓവേറിയൻ സൈക്കിളിൽ നമ്മൾ ഓവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓവറിയുടെ കോർട്ടെക്സിൽ അല്ലെങ്കിൽ ഓവറിയുടെ ഔട്ടർ സൈഡിൽ കുറേ അധികം 2 lakhs-ഓളം ഇമ്മച്വർ ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഉണ്ടെന്നാണ് പറയുന്നത്, ഇമ്മച്വർ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൽ ഒരെണ്ണാണ് മെച്ചുറ ചെയ്താണ് വരുന്നത്, ഓവമായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് മെച്ചുർ ഓവേറിയൻ ഫോളിക്കിൾ ഈസ് കോൾഡ് ഗ്രാഫിൻ ഫോളിക്കിൾ. മെച്ചുർ ആയിട്ടുള്ള ഓവേറിയൻ ഫോളിക്കിളിന് നമ്മൾ പറയുന്നത് ഗ്രാഫിൻ ഫോളിക്കിൾ എന്നാണ്. അതുപോലെ തന്നെ ഓവുലേഷനെ കുറിച്ച് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഗ്രാഫിൻ ഫോളിക്കിൾ ഗ്രോസ് മെഷേഴ്സ് size of 10 to 12 centimeter. Then with the help of follicle stimulating hormone and luteinizing hormone, it swells and tends. Finally it ruptures and release the ovum. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഓവുലേഷനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് ദ ഗ്രാഫിൻ, ഞാൻ പറഞ്ഞല്ലോ മെച്ചുർ ഗ്രാഫിൻ ഫോളിക്കിളിനെ നമ്മൾ പറയുന്നതാണ്, മെച്ചുർ ഒവേറിയൻ ഫോളിക്കിളിനെ നമ്മൾ പറയുന്നതാണ് ഗ്രാഫിൻ ഫോളിക്കിളിന്. അപ്പോൾ ഈ ഓവുലേഷൻ്റെ സമയത്ത് ഗ്രാഫിൻ ഫോളിക്കിൾ ഗ്രോസ് ആൻഡ് മെഷേഴ്സ് 10 to 12 mm. 10 to 12 mm ആണ് അതിൻ്റെ സൈസ് വരുന്നത്. അതിനുശേഷം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആൻഡ് ലൂട്ടലൈസിംഗ് ഹോർമോൺ ഇറ്റ് സ്വെൽസ് ആൻഡ് ടെൻസ്, ഫൈനലി റപ്ചേഴ്സ് ആൻഡ് റിലീസ് ദ ഓവം. അങ്ങനെ അത് സ്വെല്ല് ചെയ്ത് ടെൻസായി ഓവത്തിനെ റിലീസ് ചെയ്യുന്നു. ആരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ്? ലൂട്ടലൈസിംഗ് ഹോർമോണിൻ്റെയും ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെയും സഹായത്തോട് കൂടിയിട്ട്. ദെൻ ഇൻറ്റു ദ ഫിംബ്രിയേറ്റഡ്, നമ്മൾ ഈ ഫാലോപ്പിയൻ ട്യൂബ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ഔട്ടർ എൻഡ് ദാറ്റ് ഈസ് ഫിംബ്രിയേറ്റഡ് ട്യൂബ്, ഇറ്റ് ഈസ് ക്ലബ് ബിനീത്ത് ദി ഓവറി. ദാറ്റ് ഈസ് ദ അവിടുന്ന് ഓവത്തിനെ റിലീസ് ചെയ്യുമ്പോൾ ആ ഫിംബ്രിയേറ്റഡ് ഫാലോപ്പിയൻ ട്യൂബിൽ കൂടിയാണ് അതിനെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നത്. ഇറ്റ് ഓക്കേഴ്സ് ഇൻ 14 to 28 days of menstrual cycle. Then the empty follicle is called corpus luteum or yellow body. ഇത്രയാണ് ഓവുലേഷനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഓവുലേഷനെ കുറിച്ച് നമ്മൾ പറയുന്ന ഒന്നും കൂടെ കൺസൈസ് ചെയ്ത് പറയാം. That is the ovum, that ovary contains that is about 2 lakhs of immature follicles. The mature follicle is called the graphene follicle. Then the graphene follicle grow ചെയ്ത് that will be at the size of 11 to 12 mm. Then with the help of follicle stimulating hormone and luteinizing hormone, this graphene follicle swells, tends and finally ruptures and release the ovum. അങ്ങനെ ഓവത്തിനെ അത് റിലീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ വിത്ത് ഹെൽപ്പ് ഓഫ് ദി ഫിംബ്രിയേറ്റഡ് എൻഡ് ഓഫ് ദി ഫാലോപ്പിയൻ ട്യൂബ്, ദറ്റ് ഈസ് ഫ്രം ദ ഓവറി, ദിസ് ഓവം ഈസ് captured and it reaches the fallopian tube where there is fertilization takes place. Then it occurs in 14 to 28 days of menstrual cycle. The empty follicle is called corpus luteum or yellow body. പിന്നെയും ഇപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ഓവുലേഷനെ കുറിച്ച് ഷോർട്ട് നോട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്ത് ചോദിക്കാം. അതുപോലെ തന്നെ ഇനി അടുത്തൊരു പോർഷൻ നമ്മൾ പറയുന്ന അടുത്തൊരു സെക്ഷൻ കോർപ്പസ് ലൂട്ടിയാണ്. കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആഫ്റ്റർ ഓവുലേഷൻ ദ ഫോളിക്കിൾ കൊളാപ്സസ്. ഓവുലേഷൻ്റെ ശേഷം ഓവത്തിനെ റിലീസ് ചെയ്തതിന് ശേഷം ദ ഫോളിക്കിൾ കൊളാപ്സസ്, ഫോളിക്കിൾ കൊളാപ്സ് ചെയ്യുന്നു. ഇറ്റ് ഗോസ് ത്രൂ എ സ്റ്റേജ് ഓഫ്, അവിടെ 2 കാര്യങ്ങൾ നടക്കാം. ഒന്നുകിൽ ഫെർട്ടിലൈസേഷൻ നടക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രീ സ്റ്റേജിലേക്ക് പോകാം. അതുപോലെ ഇറ്റ് ഗോസ് ത്രൂ എ സ്റ്റേജ് ഓഫ് പ്രോളിഫറേഷൻ, വാസ്കുലറൈസേഷൻ, മെച്യൂരിറ്റി ആൻഡ് റിഗ്രഷൻ.
അങ്ങനെ ആ ഒരു സ്റ്റേജിൽ കൂടെ ഈ ഫോളിക്കിള് കടന്നു പോവുകയാണ്. ആൻഡ് ഗോയിങ് ദെൻ റിഗ്രഷൻ ആൻഡ് ബിക്കംസ് യെല്ലോ സ്ട്രക്ചർ, ആൻഡ് ഇറ്റ് ബിക്കംസ് എ യെല്ലോ സ്ട്രക്ചർ. If fertilization not taken place, ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കോർപ്പസ് ലൂട്ടിയം അട്രോഫി ഫോംസ്. ദെൻ കോർപ്പസ് ലൂട്ടിയത്തിന് അട്രോഫി സംഭവിക്കുകയും ഇറ്റ് ബിക്കംസ് കോർപ്പസ് ആൽബിക്കൻസ് എന്ന് പറയുന്നു. ആ ഒരു സ്റ്റേജിലേക്ക് പോവുകയാണ്. ദെൻ ദാറ്റ് ഈസ് ദ വൈറ്റ് ബോഡി. Then the corpus albicans broken down into hyaline masses and get absorbed. ആ ഒരു സ്റ്റേജിലേക്കാണ് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ ഈ കോർപ്പസ് ലൂട്ടിയം കടന്നു പോകുന്നത്. ആ ഒരു സ്റ്റേജിൽ കൂടിയാണ്. ഈ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്, ഇറ്റ് ഡെവലപ്സ് ഇൻടു കോർപ്പസ് ലൂട്ടിയം ഓഫ് പ്രഗ്നൻസി. പ്രഗ്നൻസിയുടെ കോർപ്പസ് ലൂട്ടിയായിട്ട് അത് ചേഞ്ച് വരുന്നു. നമ്മളത് പ്രഗ്നൻസിയിൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവിടെ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നത് എന്നുള്ളത്. ദെൻ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഒവേറിയൻ ഹോർമോൺസ് ആണ്. ഒവേറിയൻ ഹോർമോൺസ് നമ്മൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് നോട്ടിനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഒവേറിയൻ ഹോർമോൺസ്. ഒവേറിയൻ ഹോർമോൺസ് നമുക്ക് 3 ഹോർമോൺസ് ആണുള്ളത്: ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ആൻഡ് ദെൻ ലാസ്റ്റ് വൺ ഈസ് റിലാക്സിൻ ഹോർമോൺ. ഈസ്ട്രജനും ഉണ്ട്, പ്രൊജസ്ട്രോണും ഉണ്ട്, റിലാക്സിൻ ഹോർമോൺ. ഈ ഈസ്ട്രജനിൽ തന്നെ 3 ഡിവിഷൻസ് അല്ലെങ്കിൽ 3 കമ്പോണൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഈസ്ട്രിയോൾ, ഈസ്ട്രാഡിയോൾ ആൻഡ് ഈസ്ട്രോൾ. ദെൻ ഈസ്ട്രിയോൾ, ഈസ്ട്രാഡിയോൾ ആൻഡ് ഈസ്ട്രോൾ, അങ്ങനെ 3 സെക്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഈസ്ട്രജനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞ അതിൻ്റെ 3 കമ്പോണൻസ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറയുന്നത് ദെൻ this hormone is produced by theca cells and that is granular cells with the help of follicle stimulating hormone. ഈ ഹോർമോൺ ഈസ്ട്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് that is with the help of follicle stimulating hormone. It is produced by the granular cells and the theca cells. ദെൻ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈസ്ട്രജനിൽ നമ്മൾ കാണുന്നത് ഈസ്ട്രജൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷനോട് കൂടിയിട്ടാണ് സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഫോം ചെയ്യുന്നത്. അതിൽ ഫീമെയിൽ ഷേപ്പ്, ഗ്രോത്ത് ഓഫ് ബ്രസ്റ്റ് ആൻഡ് യൂട്രസ്, ഫീമെയിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹെയർ, പ്രൊഡക്ഷൻ ഓഫ് cervical mucus, encourages the growth of daughter-lines bacilli, responsible for the acidity, which is responsible for the acidity of the vaginal fluid. പ്രൊജസ്ട്രോണിനെ കുറിച്ച്, ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഹോർമോൺ ആണ്. ഓവറിയൻ ഹോർമോൺസിലെ സെക്കൻഡ് വൺ ആണ് പ്രൊജസ്ട്രോൺ, പ്രൊഡ്യൂസ്ഡ് ബൈ ദ കോർപ്പസ് ലൂട്ടിയം അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ലൂട്ടിനൈസിംഗ് ഹോർമോൺ. It affects the tissues which have been affected by estrogen. Then it causes secretory changes in the lining of the uterus. As the endometrium develops with the tortuous glands and a rich blood supply ready for the arrival of the fertilized ovum. During this time, temperature is reduced to 0.5 degrees Celsius. After the ovulation, there will be tingling and a sense of fullness in the breast prior to menstruation. Due to this hormone, ഇപ്പോൾ നമ്മൾ പ്രൊജസ്ട്രോണിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. That is, it is produced by the corpus luteum under the influence of luteinizing hormone. ഇതൊക്കെ ചിലപ്പോൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. പ്രൊജസ്ട്രോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ under the influence of dash hormone എന്ന് പറഞ്ഞ് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. It affects the tissues which have been affected by the estrogen. It causes secretory changes in the lining of the uterus. As endometrium develops with the tortuous glands and a rich blood supply is ready for the arrival of the fertilized ovum. During this time, temperature is raised to 2.5 degrees Celsius. നമുക്കറിയാം ഈ ഓവുലേഷൻ നടന്നോ എന്നറിയാനായിട്ട് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഓവുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ
അവിടെ നമുക്ക് 0.5 ഡിഗ്രി സെൽഷ്യസ് അവിടെ ടെമ്പറേച്ചർ റേസ് ചെയ്തിരിക്കും. Then third one is that is the relaxin. Relaxin എന്ന് പറഞ്ഞ ഹോർമോണാണ്. അപ്പോൾ നമ്മുടെ ആ പേര് പോലെ തന്നെ അത് റിലാക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെക്രീറ്റഡ് ബൈ ദ കോർപ്പസ് ലൂട്ടിയം. ഇറ്റ് റിലാക്സസ് ദ പെൽവിക് ഗേർഡിൽ, സോഫ്റ്റൻസ് ദ സെർവിക്സ് ആൻഡ് സപ്രസ് ദ യൂട്രൈൻ കൺട്രാക്ഷൻസ്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്ന റിലാക്സിൻ ഹോർമോൺ ആ പേര് പോലെ തന്നെ ഇറ്റ് റിലാക്സസ് ദ പെൽവിക് ഗേർഡിൽ. പെൽവിക് ഗർഡിനെ റിലാക്സ് ചെയ്യും എന്ന് വെച്ചാൽ പ്രഗ്നൻസി അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തു പോകും തോറും പെൽവിക് ഗർഡിനെ അത് റിലാക്സ് ചെയ്യിപ്പിക്കും, സോഫ്റ്റൻ ചെയ്യിപ്പിക്കും. ദെൻ സപ്രസ് ദ യൂട്രൈൻ പ്രിമച്വർ കൺട്രാക്ഷൻസ് ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് അത് സപ്രസ് ചെയ്യും.